വി നീഡ് ടു ഡൈ ടു സിൻ. പാപത്തിന് മരിക്കുക. അതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഒന്നുകിൽ പാപത്തിന് മരിച്ചവർ ദൈവത്തിന് ജീവിക്കുന്നവർ, അല്ലെങ്കിൽ ദൈവത്തിന് മരിച്ചവർ പാപത്തിന് ജീവിക്കുന്നവർ. ഇതിനിടയ്ക്കൊരവസ്ഥയില്ല. ഈദർ യു ആർ ഡെഡ് ടു സിൻ ആൻഡ് എലൈവ് ഫോർ ഗാഡ്, ഓർ യു ആർ ഡെഡ് ടു ഗാഡ് ആൻഡ് എലൈവ് ഫോർ സിൻ. ഇതിനിടയ്ക്കൊരവസ്ഥ ആർക്കുമില്ല. ഒന്നുകിൽ നിങ്ങൾ ദൈവത്തിന് മരിച്ചവരാണ്. ദൈവത്തിന് മരിച്ചവർ എന്ന് പറയുന്നവരാണ് പാപത്തിൽ മരിക്കുന്നവർ. പാപത്തിൽ അവർ ദേ ആർ ഡൈയിങ് ഇൻ ദെയർ സിൻ. ദൈവത്തിന് മരിച്ചവൻ അവസാനം എങ്ങനെ മരിക്കുന്നത്? പാപത്തിൽ മരിക്കുന്നു. എന്നാൽ പാപത്തിന് മരിക്കുന്നവൻ ദൈവത്തിൽ ജീവിക്കുന്നു. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം. ദൈവത്തിന് മരിച്ചവൻ ഒടുവിൽ എന്ത് സംഭവിക്കുന്നു? പാപത്തിൽ മരിക്കുന്നു. ദൈവത്തിന് മരിച്ചവൻ പാപത്തിൽ മരിക്കുന്നു. ഇവിടെ നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ആലോചിച്ചോണം, നമ്മൾ ദൈവത്തിന് മരിച്ചവനാണെങ്കിൽ മരണം എങ്ങനെയായിരിക്കും? പാപത്തിൽ മരിക്കും. തെറ്റിപ്പോകരുത്. ദൈവത്തിന് മരിച്ചവനായി നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അന്ത്യം എങ്ങനെയായിരിക്കും? നിങ്ങൾ പാപത്തിൽ മരിക്കും. എന്നാൽ പാപത്തിന് മരിച്ചവരായി ജീവിക്കുന്നുവെങ്കിൽ ദൈവത്തിൽ ജീവിക്കും. യു അണ്ടർസ്റ്റാൻഡ്? ഹല്ലേലൂയ. ദൈവത്തിന് മരിച്ചവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എൻ്റെ പല മെസ്സേജസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ മരിച്ചവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മരിച്ചവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, മരിച്ചവൻ റെസ്പോണ്ട് ചെയ്യത്തില്ല. മരിച്ചവൻ റെസ്പോണ്ട് ചെയ്യത്തില്ല. ഞാൻ ചിലപ്പോൾ ഉദാഹരണമായിട്ട് ഈ പിള്ളേരുടെ ഈ ക്രിക്കറ്റ് കളിയെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. ഈ ക്രിക്കറ്റ് കളിക്കുന്ന പിള്ളേർ, ഇപ്പോൾ 2 പിള്ളേരുണ്ടായിരുന്നു വയ്ക്കുക, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുന്ന പിള്ളേർ. ഓരോ സ്ഥലത്ത് ആഫ്രിക്കയിൽ ചെന്ന് ക്രിക്കറ്റ് കളിയുടെ കാര്യം പറഞ്ഞാൽ അമ്മമാർക്കാർക്കും അറിയത്ത് പോലുമില്ല. സൗത്ത് ആഫ്രിക്കയിലല്ല, മൊസാംബിക്കിലും മറ്റുള്ള സ്ഥലങ്ങളും ഇന്നും അവർക്ക് ക്രിക്കറ്റ് അറിയത്തോലില്ല. അവർക്ക് ആകെപ്പാടെ ഫുട്ബോൾ മാത്രമേ അറിയത്തുള്ളൂ. നമ്മുടെ ഇവിടെയാണ് ഈ ക്രിക്കറ്റ് ഭയങ്കര ഹരമായിരിക്കുന്നത്. പല രാജ്യങ്ങളിലും ക്രിക്കറ്റിനെ കുറിച്ച് അവർക്ക് ദേ ആർ നോട്ട് ബോതേർഡ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഉദാഹരണം ഇതാണ്. 2 പേര്, നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക. ജോണി ആൻ്റണി എന്ന് പറയുന്ന 2 പേര്, 2 പേരും നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന പിള്ളേരാണ്. അങ്ങനെ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു ദിവസം ജോണി അങ്ങ് മരിച്ചു. ആൻ്റണി മാത്രം ശേഷിച്ചെന്ന് വെക്കുക. ജോണി മരിച്ചു കിടക്കുകയാണ്. അപ്പോൾ ജോണിയെ ക്രിക്കറ്റ് കളിക്കാൻ കാണാഞ്ഞത് കൊണ്ട് സമയമായപ്പോൾ ആൻ്റണി ജോണിയെ കാണാൻ ചെന്നപ്പോൾ ജോണി മരിച്ചു കിടക്കുക. ജോണിയെ വിളിച്ചു നോക്കി, ജോണി നീ വാ, ക്രിക്കറ്റ് കളിക്കാൻ വാ. ജോണി എണീറ്റ് പോകുമോ? ഇല്ല, ബിക്കോസ് ഹി ഈസ് ഡെഡ്. അവൻ മരിച്ചു. ഇനി അതല്ല, പോയി കുലുക്കി വിളിച്ചാലോ? ജോണി എണീറ്റ് വാടാ എന്നും നമ്മൾ വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കുന്നതല്ലോ, നീ എണീറ്റ് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോണി എണീറ്റ് ചെല്ലുമോ? കുലുക്കി വിളിച്ചാൽ എണീറ്റ് ചെല്ലുമോ? ഇല്ല. കാര്യം എന്താ? ജോണി മരിച്ചുപോയി. ഇനി അതല്ല, ജോണിയെ പിടിച്ചങ്ങ് എണീപ്പിച്ചങ്ങ് ഇരുത്തുക, നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വലിച്ചു, അവൻ്റെ കയ്യെ പിടിച്ച് വലിച്ചാൽ വരുമോ? ഇല്ല, ഈസ് ഡെഡ്. ഇനി അതല്ല, ഇവനെ എങ്ങനെയെങ്കിലും പിടിച്ച് നേരെ അങ്ങ് നിർത്തിയെന്ന് വെച്ചു. നേരെ നിർത്തിയിട്ട് കയ്യിലോട്ട് ഒരു ബാറ്റും കൂടെ പിടിപ്പിച്ചു കൊടുത്താൽ ഇവൻ എന്നാ ബാറ്റ് ചെയ്യുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? അവൻ മരിച്ചതാണ്. ഇതാണ് വേദപുസ്തക പ്രകാരം പാപത്തിന് മരിക്കുക എന്ന് പറഞ്ഞാൽ. അതായത് പാപം വന്ന് വിളിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? റെസ്പോണ്ട് ചെയ്യുന്നില്ല. അത് എന്തെല്ലാം ചെയ്താലും, നമ്മളെ കുലുക്കി വിളിച്ചാലും, പ്രലോഭനങ്ങൾ നമ്മുടെ മേലെ വരുമ്പോൾ, ഇഫ് യു ആർ ഡെഡ് ടു സിൻ, നിങ്ങൾ പാപത്തിന് മരിച്ചവനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല? അതിനോട് പ്രതികരിക്കത്തില്ല. നേരത്തെ അതൊന്നും വേണ്ടായിരുന്നു. ഇവിടെ വന്ന് വിളിക്കുമെന്ന് വേണ്ട. നമ്മുടെ പിള്ളേരുടെ ഒരു ചൂളം വിളി എന്നൊന്ന് വിളിച്ചാൽ മതി. അപ്പോഴത്തേക്ക് ജോണി ചാടി എണീറ്റ് കഴിഞ്ഞു. അവന് അമ്മർക്കൊക്കെ പിള്ളേർക്കൊക്കെ ഓരോ വിസിലും സിമ്പലും ഒക്കെ ഉണ്ട്. പറയുക പോലും വേണ്ട, ചാടി എണീറ്റ് കഴിയും. ഇല്ലേ? കാര്യം പിള്ളേർ ലൈവാണ്. അല്ലേ? ലൈവാണ്. ഒരു ചൂളമടിയിൽ വിളിച്ചുകൊണ്ട് വരാനുള്ളതേ ഉള്ളൂ. ഇതുപോലെ പാവം അയലോക്കത്ത് നിന്നൊരു ചൂളമടിച്ചാൽ ചാടി ഇറങ്ങിപ്പോകുന്ന ഒരു സമയം നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ എങ്ങനെയുള്ളവരാണ്? നമ്മൾ പാപത്തിന് മരിച്ചവരാണ്. പാപത്തിന് മരിച്ചതുകൊണ്ട് ചൂളം വിളിച്ചാലും പറ്റത്തില്ല, എഴുന്നേൽപ്പിച്ച് നിർത്തി ബാറ്റ് ചെയ്യാൻ ബോൾ എറിഞ്ഞു തന്നാലും ബാറ്റ് കയ്യിലിരിക്കത്തേ ഉള്ളൂ. നമ്മൾ റെസ്പോണ്ട് ചെയ്യത്തില്ല. കാര്യം നമ്മൾ എങ്ങനെയുള്ളവരാണ്? പാപത്തിന് മരിച്ചവരാണ്. ഇതാണ് ശരിക്കും പാപത്തിന് മരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം. ഏകദേശം ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടല്ലോ. ഇതുപോലെ വേണം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? പാപത്തിന് മരിച്ച ഒരു ജീവിതമായിരിക്കണം. പാപത്തിന് മരിച്ചവൻ
ദൈവത്തിൽ ജീവിക്കും. പാപത്തിന് മരിച്ചവൻ അവൻ്റെ ശരീരം വിട്ട് നിത്യതയിലേക്ക് പോകുന്നത് ആരുടെ കൂടെയാണെന്നറിയാമോ? ദൈവത്തിൻ്റെ കൂടെ. അതുകൊണ്ടാണ് അവൻ ദൈവത്തിൽ ജീവിക്കുമെന്ന് പറയുന്നത്. ദൈവത്തിൽ. കാര്യം അവൻ പാപത്തിന് മരിച്ചവനാണ്. എന്നാൽ നല്ലൊരു ശതമാനം ആളുകളും പാപത്തിന് മരിച്ചവരല്ല, പലരും ദൈവത്തിന് മരിച്ചവരാണ്. അതുകൊണ്ട് ദൈവം വന്ന് വിളിക്കുമ്പോൾ ഇവർ അനങ്ങുന്നില്ല. ബാക്കി ആര് വന്ന് വിളിച്ചാലും അനങ്ങും. അവർ ദൈവത്തിന്. ചിലപ്പോൾ ആളുകളോടൊക്കെ നിങ്ങളൊരു പലപ്പോഴും നമ്മളുടെ ആത്മീയരുടെ കാര്യം തന്നെ, ആത്മീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരെ വിളിക്കുന്നത് ചർച്ച് ഗോവേഴ്സ് എന്നേ വിളിക്കുന്നുള്ളൂ. പള്ളിയിൽ പോകുന്നവരുടെ കാര്യം തന്നെ, അല്ലെങ്കിൽ സഭാഹോളിൽ പോകുന്നവരുടെ കാര്യം തന്നെ അങ്ങ് എടുക്കുക. സഭാഹോളിൽ പോകുന്നവർ പോലും പലരും ദൈവത്തിന് മരിച്ചവരാണ്. കാര്യം ദൈവം വന്ന് ജന്മം ചെയ്ത് ഇവരെ കൊണ്ട് പണി ചെയ്യിക്കാൻ പറ്റുകയില്ല. ദൈവം വന്ന് എന്തോ പറഞ്ഞാൽ ഇവർ കേൾക്കത്തുമില്ല. അത് കേൾക്കും, ദൈവം വന്ന് വിളിക്കുമ്പോഴേ ഇവർ ഓടിപ്പോവുകയും ചെയ്യും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ചെറിയ ഉദാഹരണമാണ്. നിങ്ങളുടെ വീട്ടിൽ കയറി അയൽവക്കക്കാരുടെയോ ശുശ്രൂഷകൻ്റെയോ ഒക്കെ കുറ്റം പറയുന്ന സഹോദരിമാരുണ്ടല്ലോ. നിങ്ങളോട് അതിൻ്റെ കൂട്ടത്തിലൊന്ന് കൂടിക്കേ. എത്ര മണിക്കൂർ വേണമെങ്കിലും അവർ നിങ്ങളുടെ വീട്ടിലിരിക്കും. എന്നിട്ട് എല്ലാവരുടെയും കുറ്റം പറയാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാക്കി ഇങ്ങനെ, നമ്മുടെ നാട്ടിലെ ഭാഷ പറഞ്ഞാൽ നുണയും കൊതിയും പറയാനൊക്കെ ഇങ്ങനെ വന്നിരിക്കും. അതിനിടയ്ക്ക് നിങ്ങളൊന്ന് പറയണമെന്ന് വെച്ചോ, ചിന്നമ്മേ ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുന്ന സമയമായിരുന്നു, വിരോധമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ പായെടുത്തോണ്ട് വട്ടെ, നമുക്ക് ഒരുമിച്ച് അല്പനേരം ഇരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ എന്താ പറയും? അയ്യോ ശോശാമ്മേ, ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് ഇറങ്ങിയതാ, എനിക്ക് സമയമില്ല, ഞാനങ്ങ് പൊക്കോട്ടെ. എന്നാൽ അവർക്കിഷ്ടമുള്ള ലോകത്തിൻ്റെ പാപത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ എത്ര നേരം വേണമെങ്കിലും അവരിയ്ക്കും. കാര്യം അവർ പാപത്തിന് മരിച്ചവരല്ല, ദൈവത്തിന് മരിച്ചവരാണ്. അല്പസമയം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ അന്നേരമേ സ്ഥലം വിടും. ഇവരെയൊക്കെ ഓടിച്ചു വിടാനുള്ള ഏറ്റവും നല്ല മാർഗം ഒരു പായ എടുത്തുകൊണ്ട് വരിക എന്നുള്ളതാണ്. അതോടെ സംഗതി അങ്ങ് മാറിക്കിട്ടും, അല്ലേ? സംഗതി മാറിക്കിട്ടും. ഈ സഭാ പൊളിറ്റിക്സ് ഒക്കെ സംസാരിച്ചുകൊണ്ട് എനിക്ക് തന്നെ ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട്. പല സമയത്തും ശുശ്രൂഷകരുൾപ്പെടെയുള്ള ആളുകൾ വർത്തമാനം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര കാലം കൂടി കണ്ടാലും സംസാരിക്കുന്നത് ആത്മീയ കാര്യങ്ങളൊന്നുമല്ല, ഈ പൊളിറ്റിക്സാണ്. എനിക്ക് അല്പം സങ്കടത്തോടെയാണെങ്കിലും പറഞ്ഞാലേ പറ്റുള്ളൂ. അവർക്ക് ദൈവത്തിന് മരിച്ചവരായിക്കൊണ്ടിരിക്കുകയാണ്. ദേ ആർ ഡെഡ് ടു ഗാഡ്. സ്പിരിച്വാലിറ്റിയുടെ സംസാരമല്ല, പകരം പൊളിറ്റിക്സും നാട്ടുകാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും. ദേ ആർ ഓൾവേസ് സ്പീക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിനകത്ത് ഭയങ്കര ഇൻട്രസ്റ്റാണ്. പാനലും ഇലക്ഷനും വരാൻ പോകുന്ന ഇലക്ഷനും എന്തെല്ലാം കാര്യങ്ങളാണ് എൻ്റെ ദൈവമേ, എന്തെല്ലാം കാര്യങ്ങൾ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇതിനകത്തൊന്നും എല്ലാവർക്കും ഒന്നും ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ആർക്ക് ഇതിനകത്തൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള, ഈ ഇലക്ഷനകത്തും മറ്റുള്ള കാര്യങ്ങളിലകത്തൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള എത്ര ശതമാനം ആളുകൾ ഈ സഭയിലുണ്ട്? 10% താഴെ ആളുകൾക്ക് നിങ്ങളുടെ സഭയുടെ നിങ്ങളുടെ സഭയുടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നിങ്ങളുടെ വലിയ ആളാരാന്നുള്ളത് നിങ്ങളുടെ സഭയിലെ തന്നെ 10% ആളുകൾക്ക് പോലും വ്യക്തിപരമായിട്ട് അറിയത്തില്ല. ഹൂ കെയർസ് ഈ കാര്യങ്ങളൊക്കെ? ആത്മീയതയുള്ളവൻ വല്ലോ ഇതിൻ്റെ പുറകെ പോകുമോ? നിങ്ങൾ ആർക്ക് ജീവിക്കുന്നു എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ എന്തിന് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ മതി. എന്തിനോടാണ് നിങ്ങൾ പ്രതികരിക്കുന്നത്? നാട്ടിലെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും മറ്റുള്ളവരുടെ കുറ്റങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചെവി ചൊറിയുന്നവരുണ്ടല്ലോ. എന്താ ചിന്നമ്മ എന്നാ പറഞ്ഞത് എന്ന് ചോദിക്കുന്ന ആളുകൾ അവർ ദൈവത്തിന് മരിച്ചവരാണ്. ദേ ആർ ഡെഡ് ടു ഗാഡ് ആൻഡ് ദേ ആർ അലൈവ് ടു സിൻ. അവർ ദൈവത്തിന് മരിച്ചവരും പാപത്തിന് ജീവിക്കുന്നവരുമാണ്. അപ്പോൾ ദൈവത്തിന് മരിച്ചവൻ പാപത്തിൽ ജീവിക്കും, പാപത്തിന് ജീവിക്കും. പാപത്തിൽ മരിച്ചവൻ ദൈവത്തിന് ജീവിക്കും. ഇനി പാപത്തിൽ മരിച്ചവൻ ദൈവത്തിൽ ജീവിക്കും അവൻ മരിക്കുമ്പം. കൺഫ്യൂഷൻ ഉണ്ടാകരുത്. അല്പം വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാം. ഞാൻ പറഞ്ഞാൽ തന്നെ മാറിപ്പോകും. സ്ലിപ്പ് ഓഫ് ടങ് ഒത്തിരി എനിക്കുള്ള ആളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴത്തേക്കുണ്ടാകുന്ന വ്യത്യാസം. എങ്കിലും അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുക എന്നുള്ളതാണ്. ഞാനൊരു വാക്ചാതുര്യമുള്ള ആളല്ലാത്തതുകൊണ്ട് എനിക്ക് പലപ്പോഴും അങ്ങനെയുള്ള സ്ലിപ്പ് ഓഫ് ടങ് ഒത്തിരി ഉണ്ട് എനിക്ക്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ആ കാര്യം. പാപത്തിന് മരിച്ചവൻ ദൈവത്തിൽ ജീവിക്കും. അവൻ മരിക്കുമ്പോൾ ആരിൽ ജീവിക്കും? ദൈവത്തിൽ ജീവിക്കും. ദൈവത്തിന് മരിച്ചവൻ പാപത്തിൽ മരിക്കും, പാപത്തിൽ മരിക്കും. അതുകൊണ്ടാണ് അവൻ്റെ പിന്നാലെ എന്തുകൂടെ പോകും?
ദൈവത്തിന് മരിച്ചവൻ്റെ കൂടെ അവൻ മരിച്ചു ചെല്ലുമ്പോൾ ആരാണ് കൂടെ പോകുന്നത്? പാപം കൂടെ പോവുകയാണ്. അതുകൊണ്ടാണ് നിത്യതയിൽ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ ശിക്ഷിക്കപ്പെടുന്നതിൻ്റെ കാരണം. എന്നാൽ ഇവിടെ ദൈവത്തിന് ജീവിക്കുന്നവൻ പാപത്തിന് മരിച്ചവനാണ്. ദൈവത്തിനും പാപത്തിനും ഒരുപോലെ ജീവിക്കാൻ ആർക്കും കഴിയത്തില്ല. നമ്മൾ പാപത്തിന് മരിച്ചാൽ നമ്മൾ ജീവിക്കുന്നത് ദൈവത്തിന് ജീവിക്കും. ദൈവത്തിന് ജീവിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ദൈവത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. പാപത്തിന് ജീവിച്ചവൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദൈവത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് ജീവിക്കുന്നവൻ മാത്രമേ ദൈവത്തിൽ മരിക്കത്തുള്ളൂ. ദൈവത്തിൽ മരിച്ച് ഹി ഈസ് ഗോയിങ്, ദൈവസന്നിധിയിലേക്ക് അവൻ പോവുകയാണ്. ഇന്നു മുതൽ കർത്താവിൽ നിദ്ര പ്രാപിച്ചവർ ഭാഗ്യവാന്മാർ. ആരിലാണ് നിദ്ര പ്രാപിച്ചത്? കർത്താവിൽ മരിച്ചവർ. കർത്താവിൽ മരിക്കണമെങ്കിൽ നമ്മൾ കർത്താവിൽ ജീവിക്കണം. ദൈവത്തിൽ മരിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിന് ജീവിക്കണം. പാപത്തിന് ജീവിക്കുന്നവൻ പാപത്തിൽ മരിക്കും. സോ കാൽവറി ക്രൂശിൽ നമ്മൾ കാണുന്ന 3 ക്രൂശുകൾ, അതാണ് ഞാൻ പറഞ്ഞു വന്ന പ്രധാനപ്പെട്ട കാര്യം. എന്താണ്? വൺ മാൻ ഈസ് ഡൈയിങ് ഫോർ സിൻ. അതാരാണ്? യേശു കർത്താവ്. പാപങ്ങൾക്ക് വേണ്ടി മരിക്കുന്നവൻ. ബാക്കിയുള്ള 2 കൂട്ടരിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഈദർ യു ആർ ഡൈയിങ് ഇൻ സിൻ ഓർ യു ആർ ഡൈയിങ് ടു സിൻ. പാപത്തിന് മരിക്കുന്നവനും പാപത്തിൽ മരിക്കുന്നവനുമുണ്ട്. അനുതപിച്ച കള്ളൻ പാപത്തിന് മരിച്ചവനായതുകൊണ്ട് അവൻ ജീവിക്കുന്നത് ദൈവത്തിലായിരിക്കും. നിത്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ ദൈവത്തിലാണ് ജീവിക്കുന്നത്. അവൻ സ്വതന്ത്രനാണ്. അവനെ പാപത്തിന് സ്പർശിക്കാൻ കഴിയുകയില്ല. പാപത്തിൻ്റെ ശിക്ഷ അവനെ പിന്തുടരുകയില്ല. നിത്യതയിൽ അവന് പാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയില്ല. ആകയാൽ റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ, അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഇപ്പോൾ യാതൊരു ശിക്ഷാവിധിയും ഇല്ല. അവനെ അത് പിന്തുടരുന്നില്ല. ഇഫ് യു ആർ ഇൻ ക്രൈസ്റ്റ്, നിങ്ങളെ ഒരു ശിക്ഷാവിധിയും എന്ത് ചെയ്യുന്നില്ല? പിന്തുടരുന്നില്ല. നിങ്ങൾക്ക് അഷ്വറൻസ് ഉണ്ട് ആ കാര്യത്തിൽ. സാത്താന് അഷ്വറൻസ് ഇല്ലെങ്കിൽ അവൻ വായിച്ച് മനസ്സിലാക്കിക്കോട്ടെ. നിങ്ങളിനി അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല. നിങ്ങൾക്ക് എന്തുണ്ട്? ഉറപ്പുണ്ട്. എന്തുറപ്പ്? യു ഹാവ് നോ കണ്ടംനേഷൻ ബിക്കോസ് യു ആർ ഇൻ ക്രൈസ്റ്റ്. ദോസ് ഹു ആർ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുയേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് യു ആർ ഡെഡ് ടു സിൻ. നിങ്ങൾ പാപത്തിന് മരിച്ചവരായത് കൊണ്ട്. നമുക്ക് അടുത്ത തിരുമൊഴിയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ സമയമായി. 4-ാമത്തെ തിരുമൊഴി എന്താണ്? മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം, മാത്യു ചാപ്റ്റർ 27. മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ അധ്യായം, അതിൻ്റെ 46 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, 46 onwards when we read, അല്ലെങ്കിൽ 45 മുതൽ 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്തെല്ലായിടത്തും ഇരുട്ടുണ്ടായി. ഏകദേശം 9-ാം മണി നേരത്ത് യേശു ഏലി ഏലി ലമ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. അവിടെ നിന്നിരുന്നവർ ചിലർ അത് കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവരിൽ ഒരുത്തൻ ഓടി ഒരു സ്പോങ് എടുത്ത് പുളിച്ച വീഞ്ഞ് നിറച്ച് ഓടത്തണ്ടിന്മേൽ ആക്കി അവന് കുടിപ്പാൻ കൊടുത്തു. ശേഷമുള്ളവർ, നിൽക്ക, ഏലിയാവ് അവനെ രക്ഷിപ്പാൻ വരുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. ഇതേ ഭാഗം തന്നെ മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അതിൻ്റെ 33 മുതലുള്ള വാക്യങ്ങൾ, 33 onwards. 6-ാം മണി നേരമായപ്പോൾ 9-ാം മണി നേരത്തോളം ദേശത്തെല്ലായിടത്തും ഇരുട്ടുണ്ടായി. 9-ാം മണി നേരത്തെ യേശു എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്നർത്ഥമുള്ള എലോഹി എലോഹായ് ലമ ശബക്താനി എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു. അരികെ നിന്നവർ അത് കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഒരുത്തൻ ഓടി ഒരു സ്പോങ്ങിൽ പുളിച്ച വീഞ്ഞ് നിറച്ച് ഓടക്കോലിന്മേലാക്കി, നിൽപ്പീൻ, ഏലിയാവ് അവനെ ഇറക്കുവാൻ വരുമോ എന്ന് നമുക്ക് കാണാം എന്ന് പറഞ്ഞ് അവന് കുടിപ്പാൻ കൊടുത്തു. യേശു ഉറക്കെ നിലവിളിച്ചു പ്രാണനെ വിട്ടു. ഉടനെ മന്ദിരത്തിലെ തിരശ്ശീല മേൽത്തോട്ടടിയോളം